ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാനിരിക്കുകയാണ് വിനീതും കൂട്ടരും. ഓരോ ഐറ്റങ്ങളുടെയും വില കാണുമ്പം വിനീത് ഞെട്ടിത്തെറിച്ച് നിൽക്കുക. എൻ്റെ ഈശ്വര, എൻ്റെ കയ്യിൽ കാശൊക്കെ തീരാറായല്ലോ. അപ്പം സലിമിക്കയുടെ പതിയെ ചോദിക്കും, സലിമിക്കയുടെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോ? എൻ്റെ പൊന്നു വിനീതെ, ഞാൻ നിന്നെ പ്രതീക്ഷിച്ചല്ലേടാ വന്നത്. എൻ്റെ കയ്യിൽ ആകെ മൊത്തം ഒരു 50 രൂപ കാണും. എടാ, നിന്റെ കയ്യിലെ കാശൊക്കെ തീർന്നോ? എൻ്റെ കയ്യിൽ ഞുള്ളിപ്പെറുക്കിയെടുത്ത ഒരു 500 രൂപ കാണും. നമ്മൾ കൊമ്പും ഗ്ലാസും ഒക്കെ മേടിച്ച് കയ്യിലുള്ള കാശ് മുഴുവനും തീർന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഗംഗയാണെങ്കിൽ വിശന്നിട്ടും ഇരിക്കുക എന്ന് പറയാം. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാം. നീ ക്ഷമിക്കുക, ഞാൻ നോക്കട്ടെ എന്ന് സലിമിക്ക പറയാം. പെട്ടെന്ന് വെയിറ്റർ ഓർഡർ എടുക്കാനായിട്ട് വരികയാണ് കേട്ടോ. സാർ, എന്താ നിങ്ങൾക്ക് വേണ്ടേ എന്ന് ചോദിക്കാം. അപ്പോൾ വിനീത് ചോദിക്കും, അല്ല, ഈ ആഹാരം ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും കിട്ടാനായിട്ട് എന്ന് ചോദിക്കാം. അത് സാർ, ഒരു അരമണിക്കൂർ എന്തായാലും താമസം വരും എന്ന് അദ്ദേഹം പറയൂ കേട്ടോ. അയ്യോ, അരമണിക്കൂർ താമസം വരുമോ എന്ന് വിനീത് ചോദിക്കുക. അതെ സാർ, മിനിമം അത്രയെങ്കിലും വേണ്ടി വരും എന്ന് പറയാം. അയ്യോ, ഗംഗയ്ക്ക് ശരിക്കും വിശക്കുന്നുണ്ട്. അത്രയും സമയമൊന്നും വെയിറ്റ് ചെയ്തിരിക്കാനുള്ള സമയം ഞങ്ങൾക്കില്ല. ഞങ്ങൾ കുറച്ച് ദൂരത്തു നിന്നാണെന്നേ, അതുകൊണ്ട് തിരിച്ചു പോവുകയും വേണം. എന്നാൽ ഞങ്ങൾ ഇവിടെ അടുത്ത് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോ എന്ന് പറയാൻ കേട്ടോ. ഗംഗെ, ബാ, നമുക്കിവിടെ അടുത്തേ പെട്ടെന്ന് ആഹാരം കിട്ടുന്ന ഏതെങ്കിലും ഹോട്ടലുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഗംഗയും കൂട്ടിയിട്ട് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോവാം. എന്നിട്ട് സലിമിക്കോട് പതിയെ പറയൂട്ടോ, ഒരു വിധത്തിൽ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന്. അപ്പം ബേബി ചേട്ടൻ ചോദിക്കും, എന്താടാ ഈ ഹോട്ടലിനൊരു കുഴപ്പം? വലിയ വലിയ ഹോട്ടലിലൊക്കെ ഇങ്ങനെയാ, സമയമൊക്കെ വൈകിയേ ആഹാരം കിട്ടത്തുള്ളൂ എന്ന് പറയാം. ബേബി ചേട്ടൻ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് ഗംഗയും കൂട്ടിക്കൊണ്ട് അവരൊരു തട്ടുകടയിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് നമുക്ക് പറ്റിയ സ്ഥലം. ഇവിടെ ആണെങ്കിൽ നല്ല ആഹാരവും കിട്ടും, ഒട്ടും വൈകിക്കേയില്ല, പെട്ടെന്ന് കിട്ടും. ഗംഗയ്ക്ക് നന്നായിട്ട് വിശക്കുന്നില്ലേ? ഗംഗയ്ക്ക് എന്താ വേണ്ടത്? എനിക്കൊരു ചായയും ദോശയും മതി എന്ന് ഗംഗ അപ്പം മറുപടി പറയാം. അപ്പം ആ തട്ടുകടയിലെ ചേട്ടനോട് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആഹാരം കഴിക്കാനായിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുക. പെട്ടെന്നാണ് ബേബി ചേട്ടനാണെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്നത്. അപ്പം ഓടിപ്പോയി ഛർദ്ദിക്കുക. അപ്പം ഇത് കാണുന്ന ഗംഗയ്ക്ക് പിന്നീട് കഴിക്കാൻ പോലും തോന്നുന്നില്ല കേട്ടോ. അപ്പം സലിമിക്കയും നമ്മുടെ വിനീതും കൂടി പോയി ബേബി ചേട്ടനെ ഒരു വിധത്തിൽ സഹായിക്കുകയാണ്. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ ഗംഗ ആകെ മടുത്തു. അപ്പോഴാണ് ആ ചായക്കടയിലെ ചേട്ടനാണെങ്കിൽ ഗംഗയ്ക്കുള്ള ദോശയും ചായയൊക്കെ കൊണ്ടുപോയി ടേബിളിൽ വെക്കുന്നത്. എനിക്ക് ഇത് വേണ്ട ചേട്ടാ എന്ന് ഗംഗ പറയാം. വേണ്ടേ, എന്നാൽ ഞാനിതെടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം എന്ന് പറഞ്ഞ് അയാൾ അതും എടുത്ത് അവിടെ നിന്ന് പോവുക. ഗംഗയാണ് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇവരുടെ കൂടെയുള്ള യാത്ര ഗംഗയ്ക്ക് അത്രക്കേറെ മടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഗംഗ വെറുത്തു പോയി എന്ന് തന്നെ പറയാം. എന്നിട്ട് ബേബി ചേട്ടനെയും കൂട്ടി അവർ ഒരു വിധത്തിൽ വണ്ടിയിൽ കയറ്റി ഇരുത്തുക. ബേബി ചേട്ടനെ ഫ്രണ്ടിലാണ് കേട്ടോ ഇരുത്തുന്നത്. എൻ്റെ പൊന്നു വിനീതേ, എത്രയും വേഗം നമുക്ക് വീട് പിടിക്കാം. ഈ ബേബി ചേട്ടൻ ഇപ്പം തന്നെ എല്ലാം കുളവാക്കി. പാവം ഗംഗക്കൊച്ച് അതിൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ, അതാകെ ക്ഷീണിച്ചു. അതിനാണ് വിശന്നിട്ട് ഒന്നും കഴിക്കാൻ പോലും പറ്റിയില്ല എന്ന് സലിമിക്ക പറയാം. അത് കേൾക്കുമ്പോൾ വിനീതിന് ഗംഗയുടെ മുഖത്തോട്ട് പോലും നോക്കാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ, കുറ്റബോധം കൊണ്ട്. വേഗം തന്നെ ബേബി ചേട്ടനെയും കൊണ്ട് പോകാം. ബേബി ചേട്ടാ, ഗ്ലാസ്സിൽ കൂടെ ഛർദ്ദിച്ചേക്കരുത് കേട്ടോ, പിന്നിലിരിക്കുന്ന ഗംഗക്കൊച്ചിന്റെ മേത്തേക്ക് വരും. അത് മുഴുവനും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഛർദ്ദിക്കാൻ വന്നാൽ പറയണം, വണ്ടി നിർത്തിത്തരാം എന്ന് പറയാൻ കേട്ടോ. അതോടെ കേൾക്കുമ്പോൾ ഗംഗയാണെങ്കിൽ മൂക്ക് പൊത്തിയാണ് വണ്ടിക്കകത്തിരിക്കുന്നത്. കാരണം മദ്യത്തിൻ്റെയും ഛർദിയുടെയും ആകെ മൊത്തം ഒരു വല്ലാത്ത സ്മെല്ലാണ് വണ്ടിക്കകം നിറച്ചു കേട്ടോ. അപ്പം ഗംഗയുടെ ഇരിപ്പും ഭാവവും എല്ലാം കാണുന്ന വിനീത് ഗംഗയൊന്നും നോക്കുന്ന പോലുമില്ല. കാരണം ഗംഗയുടെ മുഖത്തോട്ട് നോക്കിയാൽ താൻ കുറ്റബോധം കൊണ്ട് ഇല്ലാതായി പോകുമെന്ന് വിനീതിന് ബോധ്യമാകുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ നരേൻ്റെ വീട്ടിൽ ഗായത്രിയും അംബികാമ്മയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗായത്രി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പം അംബികാമ്മ ചെന്ന് അടുത്ത് ചെല്ലും. മോളെ, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം നല്ലതിനാകും എന്ന് പറയാം. എന്താ അമ്മേ നല്ലതിന്? സത്യം പറഞ്ഞാൽ എനിക്കിത് വരണം. ഇവിടെ നടക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണക്കാരി ഞാൻ ഒറ്റ ഒരുത്തിയാ. എല്ലാവരും എന്നോട് ഈ ബന്ധം വേണ്ടെന്ന് എത്ര തവണ പറഞ്ഞതാ. അപ്പോൾ എനിക്ക് പ്രേമം തലയ്ക്ക് പിടിച്ചു. 10-18 വയസ്സിൽ ആ പാമ്പിനെ അടിച്ച് ഞാൻ എൻ്റെ കഴുത്ത് ചുറ്റി. ഞാൻ ചെയ്ത തെറ്റാണല്ലോ, അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഞാൻ മാത്രമല്ലല്ലോ, ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരും അനുഭവിക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോഴേ അമ്മ എനിക്ക് ഇഞ്ചിഞ്ചായിട്ട് മരിക്കാൻ തോന്നുന്നത്. മോളെ, നീ സമാധാനപ്പെട്. ഈ അവസ്ഥയിൽ ഇങ്ങനൊന്നും പറയല്ലേ എന്ന് പറയാം. അയാളുടെ വിഷക്കുഞ്ഞ് ഇപ്പോൾ എൻ്റെ വയറ്റിൽ വളരുന്നുണ്ടമ്മേ. എല്ലാം കൂടി ഓർത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അയാളുടെ സ്വഭാവം എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായതാമ്മേ. ഞാനായിട്ട് എടുത്ത് തോളി കയറ്റിയതല്ലേ. എൻ്റെ വിഷമം ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. വീട്ടിലാരെ അറിയിക്കണ്ടെന്ന് കരുതിയ ഞാൻ നിങ്ങളോട് പറയാതിരുന്നത്. പക്ഷേ അത് വലിയ തെറ്റായെന്ന് എനിക്കിപ്പം മനസ്സിലാകുന്നുണ്ട്.
അയാൾ എൻ്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയിരിക്കുന്നത്. അതിന് ഞാൻ അയാളോട് ക്ഷമിക്കില്ല. എൻ്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിന് അച്ഛനും അമ്മയുടെയും സ്നേഹം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അയാളെപ്പോലൊരു ദുഷ്ടൻ്റെ കുഞ്ഞായിട്ട് എൻ്റെ കുഞ്ഞ് വളരുന്നതിലും നല്ലത് അത് ജനിക്കാത്തതല്ലേ അമ്മേ എന്ന് പറയുമ്പം അംബികാമ്മ വാ പൊത്തുവാണ് ഗായത്രിയുടെ. മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? നീ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നതാ ഇങ്ങനൊരു ദിവസത്തിനായിട്ട്, എന്നിട്ട് ഇങ്ങനെ സ്വയം വേദനിക്കല്ലേ എന്ന് പറയാം. അമ്മേ, അയാൾ ചെയ്തു കൂട്ടിയ ഒരുപാട് നെറുകേടുകളുണ്ടമ്മേ. നിങ്ങളെ ആരെയും അറിയിക്കാതെ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിയവയാ അവയെല്ലാം. എന്തിനാ വെറുതെ അമ്മയും അച്ഛനും കൂടി കൂടുതൽ വേദനിപ്പിക്കുന്നേ എന്ന് കരുതിയിട്ട് എൻ്റെ ജീവിതം പോലെ എൻ്റെ നരേൻ്റെ ജീവിതം ആകരുതെന്ന് മാത്രമേ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്നെക്കാളും നല്ലൊരു ജീവിതം അവനെങ്കിലും ലഭിക്കണമെന്ന് ഞാൻ കരുതി. പക്ഷേ കല്യാണത്തിന് മുന്നേ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതവും എന്നെപ്പോലെ ആയി പോയല്ലോ അമ്മേ എന്ന് പറയാം. ചാന്ദിനി എത്ര നല്ല പെൺകുട്ടിയായിരുന്നു. ഔട്ട് ഹൗസിൽ താമസിക്കാൻ വന്ന ചാന്ദിനിയുടെ കുടുംബവും അവരൊക്കെ എത്ര നല്ല മനുഷ്യരായിരുന്നു. സാധാരണ ഒരു കുടുംബം. ആ പെൺകുട്ടിയോട് തോന്നിയ നരേന്റെ പ്രണയം, അഗാധമായ പ്രണയം. അവരെത്ര വർഷം പ്രണയിച്ച് നടന്നവരാ. അവസാനം ഇരു വീട്ടുകാരുടെ സമ്മതത്തോടെ കല്യാണം ഉറപ്പിക്കുന്നു. പെട്ടെന്ന് കല്യാണ തലേന്ന് പെൺകുട്ടിയും കുടുംബവും എങ്ങോട്ടോ കാണാതെ പോകുന്നു. ഇതിനൊക്കെ അർത്ഥം എന്താ അമ്മേ? ഇതിനൊക്കെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് എനിക്കിപ്പം ബോധ്യപ്പെടുന്നു. എൻ്റെ മനസ്സിൽ കാലങ്ങൾക്ക് മുന്നേ തുടങ്ങിയ സംശയങ്ങളാ. പക്ഷെ ഇപ്പൊ എനിക്കത് ഉറപ്പിക്കാൻ സാധിക്കും. ഇതിന്റെ പിന്നിലും അയാളായിരിക്കും അമ്മേ. മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? അല്ലെങ്കിൽ അവരെ പോലെ ഒരു സാധാരണ കുടുംബത്തിന് പെട്ടെന്നൊരു നിമിഷം അങ്ങനെ അപ്രതീക്ഷിതമാകാൻ പറ്റുമോ അമ്മേ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ നരേന്റെ വിവാഹം നടക്കാതിരുന്നു കഴിഞ്ഞാൽ ആർക്കാ അതിന്റെ ഗുണം ലഭിക്കാൻ പോകുന്നത്? നരേന് അവകാശികൾ ജനിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ സ്വത്തിന്റെ മുഴുവനും അവകാശി ആരായിട്ട് മാറും? അയാളുടെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു അമ്മേ. നരേന് ജീവിതം ഉണ്ടാകാൻ പാടില്ല. നരേന്റെ സ്വത്തുക്കളും അയാളുടെ കൈകളിൽ എത്തണം. അതിനായിട്ട് അയാൾ കളിച്ച നെറുകെട്ട കളിയാമ്മേ. അല്ലെങ്കിൽ നരേനെ പോലെ ഇത്രയും സ്വാധീനമുള്ള ഒരാൾ ഈ നാട് മുഴുവനും അന്വേഷിച്ചിട്ടും ചാന്ദിനിയുടെ കുടുംബത്തെയോ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ? അതിനർത്ഥം എന്താ? ആ ശിവരാജൻ അയാൾ തന്നെയാമേ ഇതിനൊക്കെ പിന്നിൽ. ചാന്ദിനിയുടെയും കുടുംബത്തിൻ്റെയും തിരോധാനത്തിന്റെ പിന്നിൽ അയാൾ തന്നെയാകും. ഈ കുടുംബത്തിലെ സ്വത്തുക്കളും മുഴുവനും അയാളുടെ കൈകളിൽ എത്താനായിട്ട് വേണ്ടി എൻ്റെ അച്ഛനെ പോലും കൊല്ലാൻ നോക്കി അയാൾക്കാണോ അതിൽ ഇത്ര പാടിയിരിക്കുന്നത്? അയാൾ മൃഗമാണമ്മേ, ദുഷ്ടനാമേ എന്ന് പറയാം. എൻ്റെ മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ എന്ന് അംബികാമ്മ പറയാം. ഇതാമേ സത്യം. അമ്മ എങ്ങനെയെങ്കിലും അയാളെ എൻ്റെ കൈകളിൽ എത്തിക്കണം അമ്മേ. അയാളുടെ ഉദകക്രിയ ചെയ്യേണ്ടത് ഞാനായിരിക്കണം. ഞാൻ കാരണമാണല്ലോ ആ പാപിയെ ഈ കുടുംബത്തിൽ കയറ്റി താമസിപ്പിക്കേണ്ടി വന്നത്. അതിനുള്ള പാപപരിഹാരവും ഞാൻ തന്നെ ചെയ്തോളാം. എൻ്റെ കൈകൾ കൊണ്ട് അയാളെ ഞാൻ കൊല്ലും അമ്മേ എന്ന് പറയാം. മോളെ, ഈ സമയം നീ ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മേ എന്ന് പറയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് സ്നേഹിക്കണമെന്നുള്ള അവകാശം എങ്ങനെയാണേലും നിഷേധിക്കപ്പെടും അമ്മേ. ഇത്രയേറെ പാപങ്ങൾ ചെയ്തു കൂട്ടിയ ഒരുവിൻ്റെ കുഞ്ഞായിട്ട് ആ കുഞ്ഞി ലോകം അറിയപ്പെടുന്നതിലും നല്ലത് അച്ഛനില്ലാത്ത കുഞ്ഞെന്ന് ഉള്ള ലേബല് വളരുന്നത് തന്നെയാണമ്മേ എന്ന് പറയാം. അയാളെ എൻ്റെ കാൽക്കീഴിൽ എത്തിക്കണമമ്മേ. അയാൾക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കും എന്ന് ഗായത്രി പറയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന അംബികാമ്മ ആകെ തകർന്ന് നിൽക്കാണ്. തൻ്റെ കുടുംബത്തിലെ എല്ലാ ദുഷ്ടപ്രവർത്തികൾക്കും പിന്നിൽ അയാൾ തന്നെയാകും എന്നൊരു ബോധ്യം അംബികാമ്മയ്ക്കും ഉണ്ടാവുകയാണ് കേട്ടോ. ഗായത്രി മറ്റു പലതും മറച്ചു വെക്കുന്ന പോലെയും തോന്നുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സുജാതയുടെ വീട്ടിൽ ഗീതയും ഗീതയുടെ ഭർത്താവ് ദാസനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഗീത, നീ അമ്മയോട് സംസാരിച്ചോടി എന്ന് അയാൾ ചോദിക്കുകയാണ്. ദാസേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ഈ കാണുന്ന സർവ്വ സ്വത്തുക്കളും നമ്മുടെ പേരിൽ എഴുതി തരുന്ന കാര്യം നീ നിന്റെ അമ്മയോട് സംസാരിച്ചോന്ന്. ദേ, എൻ്റെ അമ്മ എത്ര തവണ എന്നെ വിളിക്കുന്നു. ഇത്ര താമസം എന്താണെന്ന് അമ്മ ചോദിക്കുന്നത്. നിനക്ക് എന്നെ കണ്ടിട്ടെന്താ അത്രയ്ക്ക് നാണം കെട്ടവനായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അച്ഛ വീട്ടിൽ വന്ന് അട്ടിപ്പേർ കിടക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. ദേ, ഈ സർവ്വ സ്വത്തുക്കളും കണ്ടിട്ട് തന്നെയാ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അതെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ വരണം. പിന്നെ നിന്നോടുള്ള എൻ്റെ സ്നേഹം അത് ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് നിനക്കറിയാലോ. ഈ സ്വത്തുക്കളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഗുണം ആർക്കാ ലഭിക്കാൻ പോകുന്നത്? നമ്മുടെ കുഞ്ഞിന്. ആ ചിന്തയോടെ വേണം നീയും ഓരോന്നും പ്രവർത്തിക്കാൻ. ഞാനേ എൻ്റെ അമ്മ പറഞ്ഞു കേട്ട കഥകൾ കേട്ട് വളർന്നവനാ. നിനക്കറിയാവോ, എൻ്റെ അച്ഛമ്മയെ കട്ടിലോടെ എടുത്ത് ദൂരെ എറിഞ്ഞു കളഞ്ഞുവെന്ന് എൻ്റെ അമ്മ എപ്പോഴും പഴങ്കഥ പറയാറില്ലേ? അത് വെറും ഒരു കെട്ടുകഥയല്ല, അത് സത്യവാ. നമുക്ക് ദോഷം ചെയ്യുന്ന ആരെയും വെച്ച് വാഴിക്കരുതെന്ന എൻ്റെ അമ്മയുടെ പ്രമാണം. അത് ആപ്പടി തന്നെ ഞാൻ കൊണ്ടു നടക്കുന്ന ആളാ ഈ മകനും. അതുകൊണ്ട് തള്ളയുടെ കയ്യിൽ നിന്ന് സർവ്വ സ്വത്തുക്കളും നമ്മുടെ പേരിൽ എത്രയും വേഗം എഴുതി വാങ്ങണം. ഇപ്പം ഈ കല്യാണത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേ അവൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടൊരു വരവുണ്ട്. അപ്പോഴേ നമ്മളെ ഇവിടെ ഒന്നുമില്ലാത്തവരായി പോകുന്നത്. അങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുത്. സ്വത്ത് ഭാഗം വെച്ച് പോകാൻ ഒരു വിധേനയും നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. എല്ലാം നമ്മുടെ കൈക്കിൽ എത്തിക്കണം എന്ന് പറയണം. അപ്പം പെട്ടെന്നാണ് സുജാത ഇതെല്ലാം കേട്ടുകൊണ്ട്
അവരുടെ വാതിലിൻ്റെ മറവിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർ കാണുന്നില്ല. അപ്പം ഈ വർത്താനം കേൾക്കുമ്പോൾ സുജാതയ്ക്ക് ഒരുപാട് സങ്കടം വരിക. അപ്പം ഗീതയോട് ദാസൻ പറയും, ഇനി തള്ള ഒരു രീതിയിലും നമ്മുടെ വഴിക്ക് വരുന്നില്ലെങ്കിൽ നമുക്ക് അവരുടെ ഒരു ഒപ്പ് മാത്രം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ ഞാൻ എൻ്റെ പേരിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റടി എന്ന് പറയാണ്. പിന്നെ ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ചൊരു മരണമോ അല്ലെങ്കിൽ പാറയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തെന്നി വീണ് അവർ വീണെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരൊക്കെ വിശ്വസിച്ചോളും. നിന്റെ ആങ്ങള ആ പൊട്ടൻ നമ്മൾ എന്ത് പറഞ്ഞാലും അതൊക്കെ കണ്ണു അടച്ചങ്ങ് വിശ്വസിച്ചോളും എന്ന് പറയാം. അപ്പം ഇത് കേൾക്കുന്ന സുജാത ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പം ഗീതയുടെ മറുപടി എന്താകും എന്നറിയാനായിട്ട് സുജാത കാതോർത്ത് നിൽക്കും. ഇനിയിപ്പം ദാസേട്ടൻ പറയുന്നത് പോലെ പ്രവർത്തിക്കാനേ പറ്റുള്ളെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഈ സ്വത്തുക്കളൊന്നും കൈവിട്ടു പോകാൻ പാടില്ല. അത് ഞാൻ എന്നേ തീരുമാനിച്ചതാ. ഇതിനൊക്കെ ഒരവകാശം മതി ഈ ഗീത, അല്ലാതെ ഇനി വേറൊരാളും അവകാശം പറഞ്ഞുകൊണ്ട് ഈ പടി കയറാൻ പാടില്ല എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ സുജാത നെഞ്ചു തകർന്നു പോവാ. തന്നെ കൊല്ലുന്ന കാര്യമാ താൻ പാലൂട്ടി വളർത്തിയ തൻ്റെ മകള് സംസാരിക്കുന്നതെന്ന് കേൾക്കുന്ന സുജാത തകർന്ന് തരിപ്പണമാവുകയാണ് കേട്ടോ. നീ ആടി എൻ്റെ ഭാര്യ, എൻ്റെ അമ്മയുടെയും എൻ്റെയും കൂടെ ജീവിച്ചതിൻ്റെ സകല ഗുണങ്ങളും നിനക്കുണ്ടായിട്ടുണ്ട്. നീയേ ഇങ്ങനെ തന്നെ നിൽക്കണം. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ. നീ എന്നെയും നമ്മുടെ കുഞ്ഞിനെയും പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. അത് അത്രയല്ലേ ഉള്ളൂ ദാസേട്ടാ. എന്ന് ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ അന്നു മുതൽ എൻ്റെ മനസ്സിൽ എൻ്റെ ദാസേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് ഗീത പറയണം കേട്ടോ. പെട്ടെന്ന് ഒന്നും അറിയാത്ത പോലെ സുജാത വാതിലിൽ വന്ന് പയ്യെ കഥക് മുട്ടുവാണ് കേട്ടോ. അല്ല അമ്മ എന്തിനാ ഈ മുട്ടുമൊക്കെ ചെയ്യുന്നത്? അമ്മയ്ക്ക് ഇങ്ങോട്ട് കയറി പോന്നൂടെ എന്ന് ദാസൻ അപ്പം ചോദിക്കുകയാണ് കേട്ടോ. അല്ല, നിങ്ങൾ ഭാര്യയും ഭർത്താവും ഉള്ള റൂമിൽ ഞാൻ അങ്ങനെ കയറി വരുന്നത് ശരിയല്ലല്ലോ എൻ്റെ പൊന്നമ്മേ. ഞങ്ങൾ അതിന് പുതുമോടി വല്ലതുമാണോ? ഞങ്ങളെ ജീവിതം ഒരുപാട് മുന്നോട്ട് പോയവരാ. അമ്മയ്ക്ക് എപ്പോൾ വേണേലും ഞങ്ങളുടെ റൂമിലോട്ട് അധികാരത്തോടു കൂടി തന്നെ കയറി വരാം എന്ന് അപ്പം ഗീതയും പറയാണ്. അതെ, നീ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടി എന്ന് പറയാം. പിന്നെ അമ്മേ, ഇനിയിപ്പം ആ ഇതിൻ്റെ കാര്യം വിചാരിച്ച അമ്മ ഇരിക്കണ്ട. പുകഞ്ഞ കൊള്ളി പുറത്ത്. അവനെ ഇനി ഈ വീടിൻ്റെ പടി പോലും കയറ്റരുതെന്ന ഞാൻ പറയത്തുള്ളൂ എന്ന് ദാസൻ പറയാം. അതൊക്കെ അത്രയ്ക്കേ ഉള്ളൂ മോനെ എന്ന് പറയാണ്. അപ്പം അമ്മമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതയുടെ മോള് അടുത്തേക്ക് വരിക. അപ്പം ഒരു ഗ്ലാസ് പാല് സുജാത എടുത്ത് കൊടുക്കുക. മോളിത് കുടിക്കുക എന്ന് പറയാം. ഞാനിന്ന് അമ്മമ്മയുടെ കൂടെ കിടക്കുന്നേ എന്ന് പറയാൻ കേട്ടോ. അതിനെന്താ, നമുക്കിന്ന് ഒരുമിച്ച് കിടക്കാം എന്ന് അപ്പം സുജാത പറയണം. അപ്പം ദാസൻ വീണ്ടും പറയും, എത്രയും വേഗം ഈ സ്വത്തുക്കളൊക്കെ ഞങ്ങളുടെ പേരിൽ അങ്ങ് എഴുതി തരുവാണേ പിന്നെ ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ടങ്ങ് നിൽക്കാം അമ്മയ്ക്ക് കൂട്ടായിട്ട്, അല്ല ഗീത എന്ന് ചോദിക്കാം. പിന്നല്ലാതെ ദാസേട്ടൻ അറിയാവോ, ഇന്നാണെങ്കിൽ ഇന്ന് ഇതൊക്കെ എൻ്റെ പേരിൽ എഴുതി തരാൻ അമ്മയ്ക്ക് 100 വട്ടം സമ്മതമാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു ഞങ്ങളുടെ പേരിൽ എഴുതി തന്നില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ നിൽക്കും. അമ്മയ്ക്കൊരാവശ്യം വന്നാൽ ഞങ്ങളല്ലേ സഹായത്തിനുള്ളൂ എന്ന്. അല്ലേ അമ്മേ എന്ന് ചോദിക്കുക. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം എന്നും പറഞ്ഞ് ആ കുഞ്ഞിനെയും കൂട്ടിയിട്ട് സുജാത എങ്ങോട്ട് പോവാ. ദേ, തള്ളയുടെ മനസ്സ് മാറുന്നതിന് മുന്നേ എല്ലാം നമ്മുടെ കൈകൾ തമ്മിൽ നമ്മൾ കൊണ്ടുവരണം. നേരായ വഴിക്ക് അവർ എഴുതി തരുവാണെങ്കിൽ അവർക്ക് കുറച്ചു കാലം കൂടി ജീവിക്കാം. അല്ലെങ്കിലേ തള്ളയുടെ ശവടക്ക് കൂടിയിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറയാം. അപ്പൊ ഗീതയും അത് കേട്ട് ചിരിക്കുവാണ് കേട്ടോ. ഇതേ സമയം കുറച്ച് കഴിയുമ്പോൾ ഗീതയാണെങ്കിൽ സുജാതയും സോപ്പിട്ടുകൊണ്ട് വന്ന് സുജാതയുടെ കാലിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുക. അല്ലമ്മേ, അമ്മയുടെ കാലിന് നല്ല നീരുണ്ടല്ലോ. അമ്മ ഈ കാലുവേദന വെച്ചുകൊണ്ടിരിക്കാതെ കുറച്ച് കാശെടുത്ത് ഒരു ഓപ്പറേഷൻ നടത്താം. ഇനിയിപ്പം അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ പേരിൽ എഴുതിത്താമേ, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തോളാം. അമ്മയെ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് ഓപ്പറേഷൻ നടത്താം. പിന്നെ അമ്മയ്ക്ക് പയറ് പോലെ ഓടിച്ചാടി നടക്കാം എന്ന് പറയാം. ഈ വിനീതിന് ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ട് ഈ കാര്യം ഒന്നും നോക്കി നടത്താൻ സാധിക്കാതെ പോയല്ലോ എന്ന് ചോദിക്കാം. വിനീതന്റെ മാത്രമല്ല എല്ലാവരുടെയും സ്വഭാവം എനിക്കിപ്പം മനസ്സിലായി വരുന്നുണ്ട് മോളെ എന്ന് ഗീതയോടൊപ്പം നമ്മുടെ സുജാത പറയാണ്. അമ്മ എന്താ അങ്ങനെ പറയുന്നത്? ഗീതേ, നിന്നെ ഞാൻ കല്യാണം കഴിച്ചയച്ചത് വെറുതെ ആണോടി എന്ന് ചോദിക്കുക. അല്ല എന്നപ്പം ഗീത മറുപടി പറയാം. അന്ന് സ്വർണ്ണവില ഒരു പവന് 46,000 രൂപയായിരുന്നു. എന്നിട്ടും നിനക്ക് 30 പവന്റെ സ്വർണവും 10 ലക്ഷം രൂപയും സ്ത്രീധനമായിട്ടാ നിന്നെ ആ വീട്ടിലേക്ക് അന്തസ്സായിട്ടാ ഞാൻ കെട്ടിച്ചയച്ചത്. ഇപ്പം ആ സ്വർണത്തിന്റെ വില എത്രയാണെന്ന് മോക്കറിയാവോ? 1 പവൻ സ്വർണത്തിന് ഇപ്പൊ 1 ലക്ഷം രൂപയ്ക്ക് മകളിലാ വില. അതായത് ഞാൻ നിനക്ക് മേടിച്ചു വന്ന സ്വർണത്തിനൊക്കെ ഇപ്പം ഇരട്ടിയുടെ മൂല്യമായിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെയുള്ളപ്പം ആ സ്വർണവും ഞാൻ തന്ന 10 ലക്ഷം രൂപയും എടുത്തിട്ട് നിന്റെ ദാസേട്ടന് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തു കൊടുത്തോ. ഇനിയിപ്പം നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് തുടങ്ങണോ? തുടങ്ങിക്കോ. അതിനുള്ള തുക ആ സ്വർണം വിറ്റാലോ അല്ലെങ്കിൽ ആ കാശ് നീ FD ഇട്ടേക്കുമല്ലേ, ആ പൈസ എടുത്താലോ കിട്ടും. അല്ലാതെ അമ്മയുടെ ഈ വീടും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലവും കണ്ടിട്ട് എൻ്റെ മോളും കെട്ടിയവനും വെള്ളവിറക്കണ്ട. അമ്മ പറയുന്നത് മോക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവര് തമ്മിലുള്ള സംസാരം മറിഞ്ഞു നിന്നുകൊണ്ട് ദാസൻ കേൾക്കുന്നുണ്ട്. അയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സുജാതയെ കൊന്നിട്ടാണെങ്കിലും സർവ്വ സ്വത്തുക്കളും തങ്ങളുടെ പേരിലാക്കിയെടുക്കണം എന്നൊരു തീരുമാനത്തിൽ ഉറച്ചാണ് കേട്ടോ അവര് നിൽക്കുന്നത്.
അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.